ഞാൻ അറിഞ്ഞു വിവരം. ദേവി ഉച്ചയ്ക്ക് മുമ്പേ അറിഞ്ഞു. ഇവിടെ അതിന്റെ ആഘോഷം കഴിഞ്ഞു. അയ്യോ പൊന്നു മോനെ, ഭ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ കുറെ മലയാളി യൂണിസൊക്കെ നെഗറ്റീവ് പറയുന്നത് എപ്പടി മാസ് അത് തലയ്ക്ക് ഓളമില്ലാത്തവന്മാർ. നമ്മള് പുഷ്പ ഫയർ എന്ന് വെച്ചാൽ ആ ഫയർ മാതിരി കണ്ടോണ്ടിരിക്കണം. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പണക്കാരുടെ ഒരു ബില്ല് ലൂസാന്ന് പറഞ്ഞേ, അനക്കൊരു ബില്ല് കൂടുതൽ പോയിക്കോ. അത് അതിനും മേലെ സൈക്കാരെ സൈപ്പ് സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയാണ് 2000 കോടി അടിക്കാനുള്ള ഉണ്ടോ? 2000 കോടി അടിക്കാനുള്ള നല്ല ഒരു 1500 അടി എന്നാലേ അടിക്കും. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് എങ്ങനെയാ പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. മനസ്സിലാവും. എങ്ങനെയാണ് പക്കാ മാസാണ്, ഫുൾ മാസാണ്. കുറെ പേര് ഒരു നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ഇവിടെ സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. വെറും കാട്ടവരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ വർഷം കാട്ടുതീന്നാ പറഞ്ഞ വൈൽഡ് ഫയർ അത് അവരായിരിക്കും. ഇത്തിരി ബോധമുള്ളവർക്ക് എന്തായാലും കാട്ടവരാതായിട്ടാണ് തോന്നുന്നു. കണക്കിന് ആരാധകരുടെ ഒരു മെഗാ സ്റ്റാറല്ലേ ഞാൻ. ഈ അവസാനം പറഞ്ഞ മെഗാസ്റ്റാർ വിചാരം ഉണ്ടല്ലോ, അത് തന്നെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഞാൻ ആക്ച്വലി ഇപ്പോ ലാസ്റ്റ് കണ്ടതില് കങ്കു ആയിരിക്കും അവരാതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് അതുക്കും മേലെ കാട്ടവരാതെ ഒന്നും പറയില്ല. ഇല്ല, നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ കണ്ടിരിക്കാൻ കൊള്ളാം. സെക്കൻഡ് ഹാഫ് എന്തോ എന്തോ പൊന്നോ, സെക്കൻഡ് ഹാഫ് കയറി അഭിനയിക്കാൻ തോന്നിയാ എന്തോ എന്തോ പൊന്നോ. അയ്യോ, ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെ? സെക്കൻഡ് ഹാഫ് ഒരു മയക്ക് കൊള്ളൂല, പടം ഒരു ഒട്ടും കൊള്ളൂല. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഭഗതിനെയൊക്കെ വേറെ ലെവലിൽ ആളി കത്തിച്ചോണ്ടോ നശിപ്പിച്ചളഞ്ഞു. 3:30 വന്ന് 3:30 മണിക്കൂറുള്ള പടം കണ്ട് ക്ഷീണം മാറാൻ ഇതിനുമേ തൂങ്ങിച്ചാവുന്ന എന്നാ പോയി തൂങ്ങിച്ചാവും. ഇവൻ ആരടാ കാര്യങ്ങളെ സാരല്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. തളരരുത് രാമകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. പിന്നെ മന്ദാനേനെ ഒരു കിണറ് വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. എന്തു വില ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. എനിക്ക് നല്ലത് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. 2 കൈയും കെട്ടി 2 കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? എങ്കിൽ പിന്നെ ആ എണ്ണയും കുഴമ്പും ഇങ്ങെടുത്തോളൂ. ഞാൻ കളിക്കുന്നത് കണ്ടില്ലേ സരോജ്? ഷെൽഫിൽ എവിടെയെങ്കിലും കാണും, തപ്പി എടുത്തോളൂ. നല്ലതാണ്. പക്ഷെ എന്റെ പൊന്നെ നാടകം തോറ്റു. നാടകം അല്ലൊരു മാസ ആക്ഷൻ പടം കാണാൻ വന്നൊരു മാസ ആക്ഷൻ പടം കാണാനാണ് ഞാൻ വന്നത്. ആണിപ്പൊളി മാസമായിട്ടുണ്ട്. ഇത് മാസല്ല, ഇത് വേറെ ഒന്നും പറയാണ്ട്. എന്താ നെഗറ്റീവായിട്ട് തോന്നിയേ? നെഗറ്റീവായിട്ട് പണം പോസിറ്റീവായിട്ട് ഒന്നും തോന്നില്ല. അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. ആ തെണ്ടിയുടെ തൊലി വിരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? ദൈവമേ, ശത്രുക്കൾക്ക് പോലും കേസ് കൊടുക്കരുത്. ചവിട്ടിക്കൊന്ന് അതോടങ്ങ് തീരുമല്ല. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കിടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു കുഴിയാന കൂടെ വരൂല. എന്നാ വലിയ അഭിപ്രായം പറയണ്ട. നാളെ എനിക്കില്ലേ, അത് ഞാൻ സഹിച്ചു. അങ്ങനെ നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ, അഭിമാനം ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്ക് ഈ നാട്ടിലിറങ്ങി തലവൊക്കെ നടക്കണ്ട. തൽക്കാലം തല പൊക്കാൻ നടന്നാ മതി. തൽക്കാലം പിടിച്ചു പറിക്കാനൊന്നും അല്ല പോണത്. അയ്യോ, ഇതിലും ഭേദം അതായിരുന്നു.